നമസ്കാരം. ഇന്ന് നമുക്ക് റേഷൻ അരിയിൽ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അരിയും ഉഴുന്നും അളന്നെടുക്കുന്നതിനായി ഇതുപോലെ ചെറിയൊരു പാത്രം നമുക്കെടുക്കാം. ഇനി നമുക്ക് ഈ അളന്നെടുത്ത അരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അരി അളന്ന അതേ പാത്രത്തിൽ തന്നെ അതേ അളവിൽ പച്ചരി അളന്നെടുക്കാം. ഇനി നമ്മുടെ ചാക്കരിയും പച്ചരിയും കൂടെ ഒന്നിച്ചിട്ട് ഒരു 4-5 വെള്ളത്തിൽ കഴുകി ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഒരു 3 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചേക്കുക. ഇനി നമുക്ക് അരി അളന്നെടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം ഉഴുന്നും അളന്നെടുക്കാം. ഈ ഉഴുന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലതുപോലെ കഴുകി ഒരു 3 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഉഴുന്ന് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിലേക്ക് അരിയും അരച്ച് മാറ്റി വയ്ക്കാം. ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും മാവ് പൊങ്ങി വരും. അതിനുശേഷം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ അരച്ച് വെച്ച മാവ് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ ഒരു തവി കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിൽ നിന്നും ആവശ്യത്തിന് മാവെടുത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കി ഉപയോഗിക്കാവുന്നതാണ്. ബാക്കി മാവിൽ ഉപ്പോ വെള്ളമോ ചേർക്കാതെ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാനുള്ള ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി 1 മുറി തേങ്ങ, 1 സ്പൂൺ മുളക് പൊടി, 4-5 ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോളയുടെ പകുതി ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതിനെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക്
2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് കലക്കുക. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളയ്ക്കാൻ പാടില്ല. ഇതിൻ്റെ അരിക് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വാങ്ങാം. ഇതിൻ്റെ അരിക് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കലക്കി തീ ഓഫ് ചെയ്ത് വാങ്ങാം. നമ്മുടെ ദോശയ്ക്ക് വേണ്ട ചട്നി റെഡി.